GSTR 9 ഫയലിംഗ് കോഴ്സ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ സ്ട്രക്ചർ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് GSTR 9 ബേസിക് ഡീറ്റെയിൽസിൽ നിന്നാണ്. ആരാണ് GSTR 9 ഫയൽ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ 2023-24 ടേൺ ഓവർ ലിമിറ്റ്സ് എത്രയൊക്കെയാണ്, എങ്ങനെയാണ് ഈ ടേൺ ഓവർ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്കും ഓപ്റ്റ് ഔട്ട് ചെയ്തവർക്കും എങ്ങനെയാണ് GSTR 9 GSTR 4 ആപ്ലിക്കബിലിറ്റി വരുന്നത്, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ഫയലിങ്ങിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ടോ, മൾട്ടി സ്റ്റേറ്റ് രജിസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ടേൺ ഓവർ കാൽക്കുലേഷൻ വരുന്നത്, നിൽ റിട്ടേൺ ഫയലിംഗ് റിക്വയർമെൻറ്റ്സ് എപ്പോഴൊക്കെയാണ് വരുന്നത്, വോളണ്ടറി ഫയലിംഗ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, വൺസ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷൻസ് ചെയ്യാൻ സാധിക്കുമോ, ലേറ്റ് ഫീ കാൽക്കുലേഷൻസും ഫയലിംഗ് ഡെഡ് ലൈൻസും എങ്ങനെയാണ് വരുന്നത്, ഫിനാൻഷ്യൽ ഇയർ 2023-24 ഓപ്ഷണൽ ആൻഡ് മാൻഡേറ്ററി ടേബിൾസ് ഏതൊക്കെയാണ്. ഇത്രയും ടോപ്പിക്സാണ് GSTR 9 ബേസിക് ഡീറ്റെയിൽസിൽ കവർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രാക്ടിക്കൽ ഫയലിങ്ങിലേക്കാണ്. GSTR 9 പ്രാക്ടിക്കൽ ഫയലിംഗ് പ്രോസസ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഓവർവ്യൂ ഓഫ് GSTR 9 ഫോം. GSTR 9 എല്ലാ ടേബിൾസിൻ്റെയും സമ്മറിയും അതിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ സ്കോപ്പുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടേബിൾസിലേക്ക് എങ്ങനെയാണ് മന്ത്ലി റിട്ടേൺസിൽ നിന്ന് ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തു വരുന്നത്, ഈ ടേബിൾസ് തമ്മിൽ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കൂടിയാണ് ഓവർവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷൻ നിങ്ങൾക്ക് GSTR 9 പറ്റി ഒരു ബേർഡ്സ് ഐ വ്യൂ തരാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് സെഷനിൽ GSTR 9 ടേബിൾസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടക്കുക. ഈച്ച് ആൻഡ് എവറി ടേബിൾ, ഈച്ച് ആൻഡ് എവറി കോളം കൺസെപ്റ്റുവൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ സപ്ലൈ ആൻഡ് ടാക്സ് റിലേറ്റഡ് ടേബിൾസ് ആണ്. ടേബിൾ 4, 5, 9, 10, 11, 14 ആൻഡ് 17. ഈ ടേബിൾസിലേക്ക് എങ്ങനെയാണ് GSTR 1 നിന്നും 3B നിന്നും ഡാറ്റ സ്പെസിഫിക്കലി ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്, GSTR 1 3B ബുക്സും മിസ്മാച്ചസ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇഷ്യൂ ഹാൻഡിൽ ചെയ്യേണ്ടത്, കറക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്. കോമൺ ആയിട്ട് വരാറുള്ള മറ്റ് ഇഷ്യൂസാണ് സെയിൽസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ഇയർ 2022-23 റിപ്പോർട്ടഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023-24. പ്രീവിയസ് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സെയിൽസ് കറണ്ട് ഫയലിംഗ് ഇയറിൽ റിപ്പോർട്ട് ചെയ്തു വന്നു. അതുപോലെ തന്നെ 23-24 സെയിൽസ് 24-25 റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. ക്രെഡിറ്റ് നോട്ട്സിനും സെയിം ഇഷ്യൂ വരാം. സോ ഈ ഇഷ്യൂസൊക്കെ എങ്ങനെയാണ് GSTR 9 ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ടേബിൾസിലാണ് പ്രോപ്പറായിട്ട് തെറ്റുകളില്ലാതെ എൻ്റർ ചെയ്യേണ്ടത്, RCM റിലേറ്റഡ് ആയിട്ടുള്ളതും അഡ്വാൻസസ് റിസീവ് ചെയ്തതുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. GSTR 9 പുതിയ കോളംസാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസ്. ഇത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ടാക്സ് പേയേഴ്സും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ടേബിൾ 4 and 5 പുതിയ ഇൻക്ലൂഷൻസ് ആണ്. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ITC റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസാണ്. ടേബിൾ 6, 7, 8, 12, 13 and 18. ടേബിൾസിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2023-24 മുതൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. ടേബിൾ 8 GSTR 2B നിന്നാണ് ഡാറ്റ ഈ കൊല്ലം മുതൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ടേബിൾ 8 വരാൻ പോകുന്ന മിസ്മാച്ചസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. മറ്റു കോമൺ ഇഷ്യൂസ് വരാറുണ്ട്. ITC റിലേറ്റഡ് ടു 2022-23 ക്ലെയിംഡ് ഇൻ 2023-24. അതുപോലെ തന്നെ 23-24 ITC 24-25 ക്ലെയിം ചെയ്തിട്ടുണ്ടാവാം. ഇത് GSTR 9 ടേബിൾസിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേബിൾ 8 ബാലൻസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിഫറൻസസ്, ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് മൾട്ടിപ്പിൾ കേസ് സിനാരിയോസ് വെച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. RCM റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്, HSN സമ്മറി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ടേബിൾ 17 and 18 ഇത് ആർക്കൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ HSN സമ്മറിയിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് മറ്റു ടേബിൾസുമായിട്ട് മാച്ച് ചെയ്യിക്കേണ്ടത്. ആനുവൽ റിട്ടേൺ ഫയലിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റീകൺസിലിയേഷൻ. സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും ITC റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും പ്രോപ്പറായിട്ട് റീകൺസൈൽ ചെയ്തിരിക്കണം. GSTR 1, 3B and 2B ഡിഫറൻസസ് GST പോർട്ടലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ITC റിലേറ്റഡ് ആയിട്ടുള്ള മിസ്മാച്ചസ് GSTR 2A, 3B, 2B ഈ റിട്ടേൺസിൽ വരുന്ന മിസ്മാച്ചസ് എക്സലിലെ പൈവറ്റ് ടേബിൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ആ മെത്തേഡും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കോഴ്സ് കണ്ടൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് GSTR 9 ഫയലിങ്ങിലേക്കാണ്. ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഫംഗ്ഷൻ ചെയ്യും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ്.
GSTR9 സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും ഈ സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ് ചെയ്ത് പ്ലാൻ ചെയ്താൽ തെറ്റുകളില്ലാതെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ GST പോർട്ടലിൽ GSTR9 പ്രാക്ടിക്കലായിട്ട് EVC വെരിഫൈ ചെയ്ത് എങ്ങനെ ഫയൽ ചെയ്യണം, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോസസ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കോഴ്സിൻ്റെ സിലബസും സ്ട്രക്ചറും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു റെക്കോർഡഡ് വീഡിയോ കോഴ്സാണ്. ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 4.5 hours ആണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിലാണ് കാണാൻ സാധിക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്ന പ്രൈവറ്റ് ലിങ്ക് ഉപയോഗിച്ചാണ് കോഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് 6 months ആണ്. കോഴ്സ് ഫീ ആൻഡ് ജോയിനിങ് പ്രോസസ്സ് അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കോഴ്സ് ഫീയിൽ കവർ ചെയ്യുന്നത് റെക്കോർഡഡ് വീഡിയോ കോഴ്സ് മാത്രമാണ്. അഡീഷണൽ ആയിട്ടുള്ള ഫ്രീ സർവീസസ് ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അഡീഷണൽ സർവീസസ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ, ഫയലിംഗ് ഓർ സപ്പോർട്ട് സർവീസസ് ആവശ്യമാണെങ്കിൽ സെപ്പറേറ്റ് ചാർജസ് ആപ്ലിക്കബിൾ ആണ്. ഈ കോഴ്സിലേക്കുള്ള ജോയിനിങ് പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോഴ്സ് ജോയിനിങ് ലിങ്കിന് വേണ്ടി വാട്സപ്പിൽ കണക്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് അല്ലെങ്കിൽ വോയിസ് നോട്ട് അയയ്ക്കുക. കോഴ്സിൻ്റെ ജോയിനിങ് ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. പ്രൊവൈഡഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കോഴ്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആൻഡ് സ്ട്രക്ചർ, റിലേറ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയറായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫുൾ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇമെയിൽ ID ഫില്ലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് മെയിലിലേക്കാണോ കോഴ്സിൻ്റെ ലിങ്ക് റിസീവ് ചെയ്യേണ്ടത് അതേ മെയിൽ ID തന്നെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യുക. നിങ്ങളുടെ പ്രിഫേർഡ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. പേയ്മെൻറ്റ് കൺഫർമേഷന് ശേഷം നിങ്ങളുടെ മെയിൽ IDയിലേക്ക് കോഴ്സ് ലിങ്ക് മെയിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ലഭിക്കുന്നതാണ്. ഈ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. കോഴ്സ് ലിങ്ക് റിസീവ്ഡ് ആയിരിക്കും. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കോഴ്സ് ലിങ്ക് റിസീവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. മെയിൽ വരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയായിരിക്കും. എ പ്രൈവറ്റ് വീഡിയോ വാസ് ഷെയർഡ് വിത്ത് യു. ലിങ്ക് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റാർ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർഡ് മെസ്സേജസിൽ അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലിങ്ക് ഓപ്പൺ ചെയ്യുക. കോഴ്സ് ഓപ്പൺ ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. GSTR9 ഫയലിംഗ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2023-24. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്സിൽ നിന്നാണ്. കോഴ്സ് വീഡിയോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഓപ്പൺ ആകുന്നത്. നിങ്ങൾക്കിവിടെ ക്വാളിറ്റിയും സ്പീഡും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോഴ്സ് ലിങ്ക് റിസീവ് ചെയ്തിട്ടുള്ള സെയിം Gmail അക്കൗണ്ട് തന്നെയാണ് യൂട്യൂബിൽ യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. കോഴ്സിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ 4.5 hours ആണ്. വാലിഡിറ്റി പീരീഡിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ്. കോഴ്സ് ജോയിനിങ് പ്രോസസ്സ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.